ഇന്നത്തേത് കഴിഞ്ഞ മൂന്നാർ കഥയുടെ അവസാന ഭാഗമാണ് കേട്ടോ. ഈ കഥയിൽ മൂന്നാറിൽ നിങ്ങൾ അധികം പേരും പോകാൻ സാധ്യതയില്ലാത്ത ഒരു വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കഴിഞ്ഞ 2 ദിവസം താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്തുള്ള ആംബർഡെയിൽ എന്ന റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. പണ്ട് മുതലേ മൂന്നാറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ദിവസം താമസിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ്. കാരണം എന്താണെന്നല്ലേ, ഇവിടുത്തെ റൂമും ബാൽക്കണി വ്യൂവും ഒക്കെ ഗംഭീരമാണെങ്കിലും എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് വേറൊരു സാധനമാണ്. ഈ കാണുന്ന ഗ്രീൻ പീസ് ഒക്കെ ഇട്ട് ഇവരുടെ സ്പെഷ്യൽ സിറിയൻ ബീഫ് ഫ്രൈ. അപ്പോൾ മൂന്നാറിലേക്ക് വരുമ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സമയം ഒട്ടും കളയാതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് യാത്ര ആരംഭിച്ചു. കാരണം മൂന്നാറിൽ നിന്നും ഏകദേശം 46 കിലോമീറ്റർ ഉണ്ട് ഞാൻ പറഞ്ഞ ആ വ്യൂ പോയിന്റിലേക്ക്. അത് മാത്രമല്ല വൈകുന്നേരം 6 മണിക്ക് മുന്നേ തന്നെ തിരികെ വരികയും വേണം, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് അടയ്ക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുന്ന സ്ഥലം ഏതാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വട്ടവടയിലേക്കാണ്. അവിടെയുള്ള പഴംതോട്ടം വ്യൂ പോയിന്റിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇവിടെ പോയിട്ടുള്ളവർ തീർച്ചയായും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം വണ്ടി ഓടിച്ച് നമ്മൾ പാമ്പാടും ഷോല നാഷണൽ പാർക്കിന്റെ ചെക്ക് പോസ്റ്റിലെത്തി. വണ്ടി നമ്പറും ഡീറ്റെയിൽസും കൊടുത്ത് അകത്തേക്ക് കയറി. ഇനി അങ്ങോട്ടേക്കുള്ള ഒരു 5 കിലോമീറ്റർ നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. അത്രയ്ക്കും ഭംഗിയാണ് ഈ വഴിക്ക്. ചുറ്റും പച്ചപ്പും കോടയും കൊണ്ട് മൂടിയ കാടിന്റെയും മലകളുടെയും ഇടയിലൂടെ ഒരു യാത്ര. കൂട്ടത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ വന്യജീവികളെയും കാണാൻ സാധിക്കും. പറഞ്ഞു തീർന്നില്ല, ദേ നിൽക്കുന്നു ഗോർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബൈസൺ. എന്താ ഒരു തലയെടുപ്പ്! അങ്ങനെ അധിക നേരം വണ്ടിയുടെ പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ ഈ കാണുന്ന യൂക്കാലിപ്റ്റിസ് മരങ്ങളുടെ ഇടയിലൂടെയുള്ള ബാക്കി യാത്രയും വളരെ രസകരമുള്ളത് തന്നെയാണ്. ഒടുവിൽ ഇതാ വട്ടവട എത്തിയിരിക്കുന്നു. എന്തൊരു ഭംഗിയാണെന്നറിയാവോ ഈ ഗ്രാമത്തിന്. തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളിൽ പലതരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്ന ഒരു കുഞ്ഞു കാർഷിക ഗ്രാമമാണ് വട്ടവട. ഇതിനെല്ലാം പുറമെ വട്ടവട എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന വേറൊരു പേര് കൂടെയുണ്ട്, സഖാവ് അഭിമന്യു. അങ്ങനെ വട്ടവടയിൽ നിന്നും തേനി സ്വദേശിയായ ദിനേശ് അണ്ണന്റെ ജീപ്പിൽ ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് തിരിച്ചു. അത്രയ്ക്ക് ഓഫ് റോഡ് അല്ലെങ്കിലും ജീപ്പ് അല്ലാതെ കാറുകൾ കയറി പോകുന്നത് അല്പം പ്രയാസം തന്നെയായിരിക്കും. ഏകദേശം ഒരു അരമണിക്കൂർ നീണ്ടുനിന്ന ജീപ്പ് യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ വട്ടവട പഴംതോട്ടം വ്യൂ പോയിന്റിലെത്തി. താഴെ നിൽക്കുമ്പോൾ കാണുന്ന വട്ടവടയേക്കാളും മനോഹരമാണ് ഇവിടെ നിന്നുമുള്ള ഈ കാഴ്ച. അല്ലെങ്കിലും നമ്മൾ പലരും നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ വളരെ വൈകിയായിരിക്കും. പിന്നെ ഒരു കാര്യം, ഇവിടെ നിൽക്കുമ്പോൾ ശ്വസിക്കുന്ന വായുവിന് ഒരു പ്രത്യേകതരം അനുഭൂതിയാണ്. ഇവിടുത്തെ പഴങ്ങൾ പോലെ നല്ല ഫ്രഷ് വായു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്പനേരം റൊമാൻസ് ഒക്കെ കളിച്ചു നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ചായക്കടയിലേക്ക് കയറി. പറയാതിരിക്കാൻ വയ്യ, ഇവിടെ നിന്ന് വട്ടവടയുടെ ആ ദൃശ്യഭംഗിയും ആസ്വദിച്ച് കടുപ്പത്തിൽ ഒരു ചായയും നല്ല ചൂട് പഴംപൊരിയും കഴിക്കാൻ വല്ലാത്തൊരു സുഖം തന്നെയാണ്. സിറ്റിയിലുള്ള ജീവിതത്തിൽ ഇടയ്ക്ക് മാത്രം ലഭിക്കുന്ന ഇങ്ങനത്തെ അനുഭവങ്ങൾ കഴിവതും ആസ്വദിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ പകുതി വിഷമങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.